യോഗ്യൻ. ഒരിക്കൽ കൂടെ യേശു എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാൻ യേശു എന്നും യോഗ്യൻ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാൻ യേശു എന്നും യോഗ്യൻ. യേശു ആശ്രയിക്കുവാൻ നമ്മുടെ ഉറവിടമായി, നമ്മുടെ അഭയമായി എപ്പോഴും നമ്മോടുകൂടെ. ഹൃദയം കലങ്ങിപ്പോകാതെ ഞങ്ങളോടൊപ്പം യേശുവിൽ വിശ്വസിച്ച് ഈ ആരാധനയിൽ, പ്രാർത്ഥനയിൽ പങ്കെടുക്കും. യേശുവിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നു. യേശുവിൻ്റെ തീവ്രമായ സാന്നിധ്യത്തെങ്കിൽ മുഖങ്ങൾ ഉടഞ്ഞു മാറുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.
We have Jesus this morning, and I just want to encourage you. Do not let your heart be troubled. Only trust and believe in Jesus, because God has not planned anything evil for your life. God wants you to be a man or a woman who carry His presence. ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്ന ഒരു പുരുഷനോ സ്ത്രീയോ ആകണം താങ്കളെന്ന് ദൈവം താങ്കളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഈ പകൽ രണ്ട് കരങ്ങളും ഉയർത്തി. Yes, Jesus. You are holy. You are holy. Hallelujah. Hallelujah. കരങ്ങൾ ഉയർത്തിച്ച് ശരീരത്തിൽ സൗഖ്യമില്ലാതിരിക്കുന്നവർ അരോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വയ്ക്കുക. ഓടിയ സ്ക്രീനിലേക്ക് വന്ന് സ്പർശിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. യേശുവേ, ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയുടെ മാറ്റങ്ങളിലും അല്ലാതെയുള്ള രോഗങ്ങളിലും കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ അത്ഭുതകരം, 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 യേശുവിന്റെ അത്ഭുതകരം ഇപ്പോൾ തന്നെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ജീവിതങ്ങൾ വ്യക്തമായി സൗഖ്യമാകട്ടെ. ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത, പകർന്നിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്താൽ ഈ മക്കളെ ഇപ്പോൾ നിറയ്ക്കണമേ. ആ രോഗങ്ങൾ മാറിപ്പോകട്ടെ ശരീരങ്ങളിൽ നിന്ന്. Lord, we bring everyone who is physically or mentally sick, Lord. I pray in Jesus' mighty name that each person be healed in Jesus' name, Lord. Let the power of the Holy Spirit, let the power of the Most High God descend on everyone, Lord, and you will restore the vitality, the strength that they have lost, oh Father God. കർത്താവേ, അവർക്ക് നഷ്ടപ്പെട്ട ഊർജ്ജസ്വലതയും ജീവനും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അവരിലേക്ക് വരട്ടെ. യേശുവിന്റെ ജീവനാൽ ഈ മക്കൾ നിറയപ്പെടട്ടെ. അവിടുന്ന് അത് ചെയ്തതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ. ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രിയങ്കരനെ വിളിച്ചു പറയുന്നു. ഇവിടെ വരുന്ന ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയങ്കര കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിലുള്ള എല്ലാ കുടുംബങ്ങളും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു അത്ഭുതമായ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. ബ്രദറെ, ഇവിടെ ഒരു വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ ടെലിഫോണിൽ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അമേരിക്കയിലും സൗത്ത് ആഫ്രിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിലും എല്ലാവരും ഇത് കേൾക്കുന്ന ആ സമയത്ത് തന്നെ അവർ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ ഏതെങ്കിലും വിഷയത്തിൽ യാചിക്കുമ്പോൾ ഐക്യമെത്തിപ്പെട്ടാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത് നിങ്ങൾക്ക് നൽകുമെന്ന്. നമ്മുടെ വിശ്വാസം അതാണ്. അവിടെ കർത്താവ് പ്രവർത്തിക്കുന്നു. തങ്കം എന്ന സഹോദരി കോട്ടയത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ രാത്രിയില് വല്ലാത്ത ചങ്കുവേദന, കിടക്കാനും മേല ഇരിക്കാനും മേലാത്ത അവസ്ഥ. ആ സമയത്ത് അവര് ഏതാണ്ട് പാതിരാത്രിയായ സമയത്ത് പ്രിയങ്കരയെ വിളിച്ചു പറഞ്ഞു. പ്രിയങ്കര കുടുംബാംഗങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. ആ മാതാവ് വിളിച്ചു പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വളരെ സുഖമായിട്ട് ഉറങ്ങി, യാതൊരു കുഴപ്പമില്ലായിരുന്നു വിളിച്ചു പറഞ്ഞു. തങ്കച്ചൻ പറഞ്ഞത് എത്രയോ വാസ്തവമായ കാര്യമാണ്. കാര്യം എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന പ്രൈസ് റിപ്പോർട്ട് ഇത്
ആറ്റിങ്ങിൽ നിന്ന് അനിത എന്ന് പറയുന്നൊരു സഹോദരിയ പ്രൈസ് റിപ്പോർട്ടല്ല. അവര് പ്രേയിങ് കേരളയിൽ അനുഭവിക്കുന്നത് എന്തെന്ന് ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രേയിങ് കേരളയിൽ സഹോദരങ്ങളെ പ്രാർത്ഥന തരുന്ന ആത്മവിശ്വാസം മൂലമാണ് അവരിപ്പോൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളിപ്പം പറഞ്ഞ പോലെ നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രേയിങ് കേരള ഈ ആരാധന പങ്കെടുത്തുകൊണ്ട് ഈ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ അനേകരും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥന നടക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം യേശു ആ സ്ഥലത്ത് ഇറങ്ങി ചെല്ലുകയും ചെയ്യുന്നത്. മാത്രമല്ല യേശുവിന്റെ സമാധാനത്തെ അവരെ നിറയ്ക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് സഹോദരൻ പറഞ്ഞത് ആ പ്രാർത്ഥന മൂലം തരുന്ന ആത്മവിശ്വാസം അത് നമ്മൾ കൊടുക്കുന്ന വിശ്വാസമല്ല, മറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങുന്നത് മുഖാന്തരം അവർക്ക് ആത്മവിശ്വാസം ലഭിക്കുകയും ചെയ്യുന്നത്. അവർക്ക് വേറൊരു റിപ്പോർട്ട് പറയാനുള്ള കാര്യം ഇങ്ങനെയാണ്. അവർക്ക് ജപ്തി നടപടി, ജപ്തിയുടെ ഇത് വന്ന് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ വളരെ ഭാരപ്പെട്ടു. അവരോർത്ത് ജപ്തി നടക്കും, കാര്യം ഇവർക്ക് പൈസ കൊടുക്കാനില്ല. പറയുന്ന സമയത്തിനകത്ത് ഒന്നും നടക്കത്തില്ല. ഇവര് പ്രാർത്ഥിക്കുന്ന കാലത്ത് വിളിച്ച് പ്രാർത്ഥിച്ചു. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. ഈ കർത്താവ് ചെയ്ത അത്ഭുതം ആ ബാങ്ക് അധികാരികളോട് ദൈവം ഇടപെട്ടു. ആ ബാങ്കിന്റെ അധികാരികൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർക്ക് ഫൈനൽ ഡേറ്റ് കൊടുത്തത്. പല ദിവസം കഴിഞ്ഞിട്ട് ഫൈനലാണ് പറഞ്ഞു. എന്നിട്ട് ദൈവം അവർക്ക് വേണ്ടി പിന്നെ കൊടുത്തൊരു കാര്യമുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ സമയം നീട്ടി തരിക, അത് തവണകളായിട്ട് അത് അടച്ചു തീർത്താൽ മതി എന്ന് പറയുകയും ആ ജപ്തി നടപടി മാറിപ്പോവുകയും ചെയ്തു. അവർ പറയുന്നത് യേശുവിന്റെ അത്ഭുതം അവരുടെ കുടുംബത്തിൽ സംഭവിച്ചത് പ്രാർത്ഥിക്കുന്ന കാലത്ത് ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും എത്രയോ വാസ്തവമായ കാര്യമാണ് അതൊക്കെ ഞാൻ പറഞ്ഞത്. ഓർത്ത് ബൈബിളിൽ പല ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, അധികാരികളുടെ ഹൃദയത്തോട് ദൈവം ട്രിവാൻഡ്രന്നൊരു സാറാമ്മ എന്ന സഹോദരി വിളിച്ചിരിക്കുകയാണ്. അത്ഭുത വിടുതല പറയുന്നത്. മാസങ്ങളായിട്ട് എഴുന്നേക്കാൻ മേലാ കിടന്ന സ്ത്രീയാണ്. അപ്പം നമ്മുടെ പ്രേയിങ് കേരള ജീവിക്കാത്തൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ വിശ്വാസത്താൽ കരം വെച്ച് പ്രാർത്ഥിച്ചു. ശാരീരിക വേദന പൂർണ്ണമായി സൗഖ്യമായി, കൂടാതെ അവർക്ക് എഴുന്നേക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. റോസം എന്ന സഹോദരി തിരുവനന്തപുരത്ത് വിളിച്ചു പറഞ്ഞു, തലവേദനയാൽ ഭാരപ്പെട്ടിരുന്ന സമയത്ത് പ്രേയിങ് കേരള വിളിച്ച് പ്രാർത്ഥിച്ചു. അവർക്കൊരു വിശ്വാസമായിരുന്നു. അവർ വേറെ യാതൊന്നും മരുന്നൊന്നും കഴിക്കാൻ പോയില്ല. പ്രേയിങ് കേരള വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്റെ തലവേദന മാറും എന്നവർ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അവർ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ തലവേദന പൂർണ്ണമായി മാറി എന്നാണ്. ചിലരുടെയും വിശ്വാസങ്ങളില്ല. ചിലരും മരുന്ന് കഴിക്കുന്നില്ല. പക്ഷെ ചിലർ എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു ഹാർട്ട് ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് ഒരു മാതാവ് വിളിച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് പോയത്. ചിലർ പറയുന്നത് അവരോടൊപ്പം ഒരു 5 പേര് വേറെ ഉണ്ടായിരുന്നു, മൊത്തം 6 പേര്. എല്ലാവർക്കും മേജർ ഓപ്പറേഷൻ നടന്ന സമയത്ത് ഇവർക്കൊരു മൈനർ ഓപ്പറേഷൻ. അതുമാത്രമല്ല, അവർ പറയുന്ന മറ്റെല്ലാവരെക്കാളും ആദ്യം തന്നെ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകുവാനും കർത്താവ് അത്ഭുതം ചെയ്തു. കർത്താവ് ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. എൻ്റെ വേറൊരു പ്രൈസ് റിപ്പോർട്ട് ഇങ്ങനെയാണ്. കാട്ടാക്കടയിൽ നിന്ന് ഷീന വിളിച്ച് പറഞ്ഞിരിക്കുന്നത് 3.5 മാസമായ പ്രായമായ കുഞ്ഞ്. മോന്റെ കാര്യം പറയുക, കുഞ്ഞിന് ജനിച്ചിട്ട് 3.5 മാസമായുള്ളൂ. കുഞ്ഞിന്റെ പേരും പറഞ്ഞിട്ട് അഭിഷേക്. പക്ഷെ ആ കുഞ്ഞിന് 1.5 മാസമായിട്ട് വയറിളകി പോവുകയാണ്. 3.5 മാസം പ്രായമുള്ളൂ, 1.5 മാസമായിട്ട് ആ വയറിളകി പോകുന്ന സമയത്ത് ആ മാതാപിതാക്കൾ എന്തുമാത്രം വിഷമിച്ച് കാണും. ഒരു ദിവസമോ 2 ദിവസമോ ഒന്നും അല്ല, ഒരു 1.5 മാസമായിട്ട് കുഞ്ഞ് എന്ത് കഴിച്ചാലും അങ്ങ് വയറിളകി പോകുക. ചില സമയത്തും പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ അമ്മയും കണ്ടിട്ടില്ല, കുഞ്ഞിനെയും കണ്ടിട്ടില്ല. പക്ഷെ കണ്ടൊരു യേശു അവിടെ പ്രവർത്തിച്ചു. ആ കുഞ്ഞിന്റെ വയറിളക്കം അത്ഭുതകരമായി തന്നെ അത് മാറുവാനിടയായി കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ആ കുടുംബം പ്രത്യേകം നന്ദി അറിയിച്ചിരിക്കുന്നത്. ബ്രദറെ, വേറെ അത്ഭുത വിടുതല് മേരി ട്രിവാൻഡ്രം എന്ന് വിളിച്ചിരിക്കുന്നു. നമ്മുടെ അവർക്ക് ശാരീരിക അസ്വസ്ഥയായിട്ട് വളരെ വേദനപ്പെട്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർ പറഞ്ഞത് അവരുടെ ശരീരത്തിലേക്കൊരു വൈദ്യുതി കടന്നു പോകുന്ന ഒരു അനുഭവം അവർക്കുണ്ടായി. അവർ കൈയടിക്കാതിരുന്നതാണ്, പക്ഷെ അവർ പോലും അറിയാതെ അവർ കൈയടിക്കാൻ തുടങ്ങി. അവർക്ക് പൂർണ്ണ വിടുതൽ ലഭിച്ചതായിട്ട് പേട്ടെന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, ഭാര്യ ബിന്ദുവിന് പനിയും ചുമയും ഭാരപ്പെടുന്ന സമയത്ത് ആ ഭർത്താവ് പ്രേംകരനെ വിളിച്ചു പറഞ്ഞതുപോലെ എന്റെ ഭാര്യയ്ക്ക് പനിയാൽ ഭാരപ്പെടുന്നുണ്ട്, പ്രാർത്ഥിക്കണം. ഇവിടെ കുടുംബമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. ആ ഭർത്താവ് വിളിച്ചു പറഞ്ഞു, എന്റെ ഭാര്യയുടെ ചുമയും മാറി പനിയും മാറി. കർത്താവ് എത്രയോ വലിയവനാ. ഇത് വേളൂരിൽ നിന്ന് ലിസി എന്ന് പറഞ്ഞൊരു മാതാവ് വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, മകൻ അലക്സ് ബാബുവിന് എക്സാം നടക്കുന്ന സമയത്ത്, ഫിസിക്സിന്റെ പ്രാക്ടിക്കൽ എക്സാം നടക്കുന്ന സമയത്ത് മോന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് വിളിച്ച് പറഞ്ഞു. എല്ലാവരും ഇരുന്നു. പക്ഷെ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ മോനോട് ചോദിച്ചപ്പോൾ തന്നെ പൊതുവേ ഉള്ള റിപ്പോർട്ട് എല്ലാവർക്കും ഭയങ്കര പാടായിരുന്നാണ് പറഞ്ഞത്. പക്ഷെ ആ മകൻ പറയുന്ന കാര്യം എല്ലാവർക്കും പാടായിരുന്നു, പക്ഷെ മകന് വളരെ ഈസിയായി അത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ആ മോൻ തന്നെ പറയുകയാണ്, അമ്മ വേറ്റൊന്നുമല്ല, നമ്മൾ രാവിലെ പ്രേയിങ് കേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് ആ മകന്റെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കാനിടയായി. ഇന്ന് പ്രിയമുള്ളവരെ, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പറയട്ടെ, ഞങ്ങളിവിടെ വായിക്കുന്ന ഓരോ പ്രൈസ് റിപ്പോർട്ടും അതിനു മുമ്പേ അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ച് പറഞ്ഞതാ. ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കണം. ഏത് വിഷയമാണെങ്കിലും
പറയട്ടെ, നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളെ ഉയർത്തുവാൻ യേശു ഇന്നും ജീവിക്കുന്നു. യേശു മതിയായ ദൈവമാണ്. ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ആ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തിയാട്ടെ. ഇന്ന് പകലും ഇതുപോലെ ഒരു വിടുതൽ താങ്കളുടെ ജീവിതത്തിൽ തരുവാൻ യേശു ആഗ്രഹിക്കുന്നു. ആകയാൽ ആ കരങ്ങൾ ദൈവസന്നിധി നിവർത്തിക്കൊണ്ട് യേശുവിനോട് പറ, കർത്താവ്, എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം അങ്ങ് ചെയ്യണം. അത് ഇന്ന് ഈ ബുധനാഴ്ച ദിവസം 6:15 സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. താങ്കളുടെ ജീവിതത്തിൽ വലിയ കാര്യം ചെയ്യുവാൻ അവൻ മതിയാണ്. ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ഷാജി ചാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധ പിതാവേ, ഞങ്ങളെ പ്രിയങ്കര കുടുംബാംഗങ്ങൾ ഒരുമനപ്പെട്ട് നിന്റെ സന്നിധിയിലേക്ക് സ്വോത്രത്തോടെ കടന്നു വരുന്നപ്പ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവ് തന്നിരിക്കുന്ന എല്ലാ വിടുതലിനും അങ്ങയോട് 1000 നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളെയും യേശുവിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യമേലും കർത്താവിന്റെ കരം കൂടിയിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവ് അത്ഭുതം ചെയ്യണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. You are great, you do miracles so great. There is no one else like you. There is no one else like you. For you are great, you do miracles so great. There is no one else like you. There is no one else like you. You deserve the glory and the honor. As we lift our hands in worship, as we lift your holy name, you deserve the glory and the honor. As we lift our hands in worship, as we lift your holy name, for you are great, you do miracles so great. There is no one else like you. There is no one else like you. For you are great, you do miracles so great. There is no one else like you. ലോകത്തിന്റെ നാനാ രാജ്യങ്ങളുടെ അനേകർ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുന്നു. പ്രത്യേകിച്ച് കാലാവസ്ഥയുടെ മാറ്റത്തിൽ, പെരുമഴയുടെ ഈ സന്ദർഭം അനേക പ്രിയപ്പെട്ടവർ സുഖമില്ലാതെ ഭാരപ്പെടുന്നു. ഈ പകൽ യേശു അത്ഭുതങ്ങളുടെ ദൈവമാ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശു നമ്മെ കൈവിടുന്നില്ല, യേശു നമ്മെ ഉപേക്ഷിക്കുന്നില്ല. യേശുവിൽ നമുക്ക് ശുഭമായ ഉറപ്പുള്ള ഭാവിയുണ്ട്. People from all over the globe are calling us for prayer help. Always, I just want to remind you, 24/7 prayer help is available for you on the numbers. You can use the numbers which is available on the screen. The screen ലഭ്യമാകുന്ന നമ്പറുകൾ താങ്കൾക്ക് വിളിക്കാം. 24 മണിക്കൂറും പ്രാർത്ഥനകളുടെ സഹായം താങ്കൾക്ക് ലഭിക്കും. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ജീസസ് does things beyond our comprehension. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനുപരിയായി യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു. അനേക ജീവിതങ്ങളുടെ വിടുതലുകൾ കാണുവാൻ കഴിയുന്നു. ഇന്ന് പകൽ ഓരോ വ്യക്തിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങളും എന്നോടൊപ്പം ഉയർത്തി യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പകൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതത്തെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ അനുഗ്രഹം ഓരോരുത്തരുടെ മേലും ഇറങ്ങി നിൽക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ബ്രദറെ, നമ്മൾ ഒന്നിച്ചെന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ അനേകം കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. പലയിടത്തും വെള്ളം കയറി വളരെ പ്രയാസങ്ങളുള്ള ആൾക്കാർ പോകുന്നു. പ്രത്യേകിച്ച് കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് അനേകർ വിളിച്ച് പറയുന്നത് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അനേകർക്ക് വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോലും ഇറങ്ങാൻ മേലാത്ത സ്ഥിതിയിലായിരിക്കുന്നു. തീർച്ചയായിട്ടും ഡാമുകളൊക്കെ നിറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ പകൽ വീണ്ടും നമ്മൾ ഒരു അത്ഭുതത്തിന് വേണ്ടി ഇറങ്ങുക. പ്രൈ കേരള കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് ഒരു അത്ഭുതത്തിന് വേണ്ടി തയ്യാറായിക്കാണ്. യേശുവിന്റെ മഹത്വത്തിന് വേണ്ടി ഒരുങ്ങിയാട്ടെ. കമോൺ, 2 കരങ്ങളും ഉയർത്തി. മഴ ഇപ്പോൾ നിൽക്കേണ്ടതിന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാൻ. കാലാവസ്ഥ നിരീക്ഷകരുടെ പ്രവചനത്തിനപ്പുറത്ത് യേശുവിന്റെ മഹത്വം നമ്മൾ ഒന്നിച്ച് കാണുന്നു. 2 കരങ്ങളും ഉയർത്തി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ സൂര്യനോട് നിൽക്കുവാൻ പറഞ്ഞ ജോഷുവയുടെ മേൽ പകർന്ന അതേ അധികാരം, അവൻ അത് നിന്ന അതേ നാമം
ഏലിയാവിന്റെ മേൽ പകർന്ന അതേ അഭിഷേകം ഈ കാലത്തിൽ അവിടുന്ന് പകർന്നിരിക്കുന്ന ഏലിയാവിന്റെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട്, ഏലിയാവിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ബലത്തോട് ശക്തിയോട് കർത്താവേ മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ കൽപ്പിക്കുന്നു, മഴ നിൽക്കട്ടെ. യേശുവിൻ നാമത്തിൽ മഴ നിൽക്കട്ടെ. ജനജീവിതം സുഗമമായി തീരട്ടെ. ജനജീവിതം സുഗമമായി തീരട്ടെ. അവിടുന്ന് അത് ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, സുരക്ഷാ ക്യാമ്പുകളിൽ ആയിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആയിരിക്കുന്നവരെ അവിടുന്ന് സഹായിക്കണമേ. നഷ്ടങ്ങളിൽ നിന്ന് അവരെ ഉദ്ധരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മഴ മാറട്ടെ, മഴ മാറട്ടെ. അവിടുന്ന് അത് ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ, യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ബ്രദറെ, നമ്മൾ പ്രത്യേകിച്ച് പ്രൈകേരളയിലെ ബുധനാഴ്ച ദിവസം നമ്മൾ ബിസിനസ്സുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. നമ്മൾ ഇന്നലെ പ്രത്യേകം അത് പറഞ്ഞ് ഇന്ന് പ്രാർത്ഥിക്കാനുള്ളവർ അറിയിക്കണം. ഇന്നലെ അനേകം കോളുകൾ അവർ ബിസിനസിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ വിളിച്ച് പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും നമ്മൾ പ്രത്യേകിച്ച് ഇന്ന് പകൽ ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുന്ന ബിസിനസിന്റെ പേര് ഒരു പേപ്പറിലോ വല്ലോ എഴുതി, അല്ല ഒരു സ്ലേറ്റിലോ ഒരു പേപ്പറിലോ എഴുതി അതിന്റെ മേൽ കരങ്ങൾ വയ്ക്കുക. ഞങ്ങൾ 2 മിനിറ്റ് കൂടെ അതിനുവേണ്ടി തരാം. അത് എഴുതുക. പേപ്പർ എടുത്ത് പേനായോ പെൻസിലോ കൊണ്ട് നിങ്ങളുടെ ബിസിനസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ബിസിനസ്, നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ വട്ടപൂജ്യമാ, 1 രൂപ പോലുമില്ല. ബൈബിൾ പറയുന്നു, ആവർത്തനം 8:18, Deuteronomy chapter 8 verse 18, God will give you potential ability to create wealth. ധനത്തെ ഉളവാക്കേണ്ടതിന് ദൈവം നമുക്ക് ശേഷി നൽകുന്ന ദൈവമാണെന്ന് ആവർത്തനം 8:18 നാം വായിക്കുന്നു. എങ്കിൽ ആ ബിസിനസ്, താങ്കളുടെ സ്വപ്നം ഒത്തിരി നാളായി ഇത് ഹൃദയത്തിൽ കൊണ്ട് നടക്കുക, അല്ല പൊട്ടിയ ബിസിനസ്, കടം കയറിയ ബിസിനസ്, ലഭിക്കാനുണ്ട് പണം കിട്ടുന്നില്ല, കൊടുക്കാനുണ്ട് പണം കൊടുക്കാൻ സാധിക്കുന്നില്ല, ബിസിനസ് ഓടിക്കാൻ പറ്റുന്നില്ല, വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല, ലോൺ അപേക്ഷിച്ചിട്ട് കിട്ടുന്നില്ല, മുഴുവൻ മഴയും വെള്ളപ്പൊക്കവും, ആകെ പ്രശ്നം. ഇന്ന് പകലതൊരു പേപ്പറിനകത്ത് എഴുതിയിട്ട് കഴിയുമെങ്കിൽ ഓടിയ സ്ക്രീനിലേക്ക് വന്ന് ആ സ്ക്രീനിലേക്ക് തന്നെ സ്പർശിച്ചുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. അതിനുവേണ്ടി തയ്യാറാകുമ്പോൾ ദാസസിനും നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥിനികൾ എക്സാം നടക്കേണ്ട സമയമായിരുന്നു ഈ 2-3 ദിവസങ്ങൾ. പക്ഷെ മഴ കാരണം പലർക്കും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എത്രയോ കുട്ടികൾ അവർ ഇവിടേക്ക് വിളിച്ച് പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുണ്ട്. അവർക്കൊരു പുതിയ ഡേറ്റ് ലഭിക്കണം. യൂണിവേഴ്സിറ്റി അങ്ങനെ ചെയ്യുകയുമില്ല. നമുക്ക് ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. വഴിയില്ലാത്തടത്ത് കർത്താവ് വഴിയാ, പുതിയ ഡേറ്റുകൾ അവർക്ക് ലഭിക്കണം. യൂണിവേഴ്സിറ്റിയുടെ തീരുമാനങ്ങൾ അവിടെ മാറണം. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. പ്രാർത്ഥിക്കാൻ പോകുക. 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഒന്നിച്ച് ചേർന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുഞ്ഞുങ്ങളെ എക്സാം ഒക്കെ നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ നേരിടുന്ന അനേകം പ്രയാസങ്ങൾ കർത്താവ് അങ്ങ് അറിയുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. കർത്താവ്, എക്സാം എഴുതാൻ കഴിയാതെ കർത്താവ് ക്യാൻസലായി പോയ വിഷയങ്ങളുണ്ട്. കർത്താവ്, ഡേറ്റ് മാറ്റുന്ന തീരുമാനങ്ങളുണ്ട്. എന്നാൽ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, അധികാരികൾ ഇടപെട്ട് കർത്താവ് പുതിയൊരു ഡേറ്റ് അവർക്ക് ലഭിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എക്സാം എഴുതുവാൻ, കർത്താവ് അറ്റൻഡ് ചെയ്യുവാൻ, നല്ല മാർക്കോട് പാസ്സാകുവാൻ തക്കണം അവരെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകട്ടെ. വിഷയം ഇന്ന് പകൽക്കാലം എക്സാം എഴുതുന്ന അനേകം കുഞ്ഞുങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നല്ലോ. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ദിവ്യജ്ഞാനത്താൽ അവരെ നിറച്ച് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവരെ ഉയർത്തിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മകൾ സിബിൽ ആൻഡ് ഫാമിലി UK-യിൽ വീസ ലഭിക്കണം. ബ്രദറിന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. വിവാഹത്തിനും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കണം. ഒരുപാട് പേര് മറ്റു പല രാജ്യങ്ങളിൽ വീസ സംബന്ധമായി പ്രയാസപ്പെടുന്നുണ്ട്. അവർക്ക് അവിടെ പെർമനന്റ് ആയിട്ട് താമസിക്കാനുള്ളതായ സൗകര്യങ്ങൾ ഉളവാകണം, വീസ ലഭിക്കണം. ഒരുപാട് പണം അവർ ചെലവാക്കേണ്ടി വരുന്ന, അല്ലെ കണ്ടെത്തേണ്ടി വരുന്ന ഒരുപാട് പേര് കടമെടുക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഏജൻസ് ഒരുപാട് രൂപ. ഇന്നലെ ഇവിടെ ഒരാൾ വന്ന് പറഞ്ഞ് 22 ലക്ഷം രൂപ ഈ കുവൈറ്റിലൊരു നേഴ്സ് ആകേണ്ടതിന് അവർക്ക് ഏജന്റിന് കൊടുക്കണം. ഒരു നിവൃത്തിയുമില്ല എന്ന് പറഞ്ഞ് അവരിവിടെ വന്നത്. നമുക്ക് ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരം ഈ വിഷയങ്ങളുടെ മേൽ ഉണ്ടാകേണ്ടതിന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരിമാരിൽ ഒരാൾ അനിത സിസ്റ്റർ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ പോകുക. 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുന്നു.
പിശാച് സംബന്ധമായി തടസ്സം നിൽക്കുന്ന എല്ലാ പ്രയാസങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവേ. അതുപോലെ രൂപ കൊടുക്കുവാനുള്ളവർക്ക് അതിന് സാമ്പത്തികമായ വഴികൾ വാതിൽ കർത്താവ് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം മേഖലയിൽ തടസ്സം നിൽക്കുന്നുവോ ഇന്ന് പൽക്കാലം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ ശക്തിയോടെ വ്യാപരിച്ച് എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അവർ അനുഭവിക്കേണ്ട നന്മ അവരുടെ കരങ്ങളിൽ ലഭിപ്പാൻ തക്കവണ്ണം എന്റെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, എൻ്റെ ഇത് ഇപ്പോൾ വന്നൊരു വിഷയം എങ്ങനെയാണ്, അത് പത്തനംതിട്ട എന്ന് പേര് പറയണ്ടെന്ന് പറഞ്ഞൊരു മതം വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ജോലി ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു സമാധാനം, കുടുംബത്തിൽ ഒരു സമാധാനമില്ല, കടഭാരത്താൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. കുട്ടികളുടെ പഠനവും മെച്ചപ്പെടുന്ന അനുഗ്രഹിക്കപ്പെടുന്നതിന് അവർക്ക് വേണ്ടി പ്രത്യേകമായി ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഈ മാതാവ് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ജോലിയുടെ കാര്യം, ജോലിയുടെ വിഷയത്തിൽ ലിസി എന്ന് പറയുന്ന ഒരു അമ്മ തേവരയിൽ നിന്ന് വിളിച്ചിരിക്കുന്ന അവരുടെ ഫ്രണ്ടിന്റെ മരുമകന് പെട്ടെന്ന് കൊളാപ്സ് ആയി, മീൻസ് പെട്ടെന്ന് മയങ്ങി വീണ് 2 ദിവസം മുമ്പ്. പെട്ടെന്ന് ആശുപത്രിയിൽ ചെന്ന് നോക്കിയപ്പോഴത്തേന് ചെറുപ്പക്കാരന് അദ്ദേഹത്തിന്റെ 2 കിഡ്നിയും പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു. വളരെ വളരെ പ്രയാസത്തിലൂടെ ICUലായിരിക്കുന്നു എന്ന് പറഞ്ഞു. അജിത്ത് എന്താ ഓടി വന്നത്? പക്ഷേ ഞാൻ ടെലിഫോൺ കോളിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എനിക്ക് വന്നിരിക്കുന്ന 2 വിഷയമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒന്ന്, ലില്ലി എന്ന് പറഞ്ഞ ആന്റി ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരുന്നു. ആ ആന്റി പറഞ്ഞ കാര്യം, 12 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുട്ടി, അത് ആ കുഞ്ഞിനെ കരച്ചിൽ നിർത്താൻ പറ്റാത്തൊരു അവസ്ഥയിൽ വളരെയേറെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ നേരിട്ട് ടെലിഫോൺ വന്ന വിഷയം. എന്നിട്ട് ആ കുഞ്ഞിന് വേണ്ടി പ്രേയിങ് കേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ദൈവികമായിട്ടുള്ള കാര്യം ആ കുഞ്ഞിന് മേൽ വന്നു. കുഞ്ഞ് കരച്ചിൽ നിർത്തി സുഖകരമായി കിടന്ന് ഉറങ്ങി എന്നുള്ളത്. ദൈവമേ, നിരന്തരം ഒരു കുഞ്ഞ് 12 ദിവസങ്ങൾ കരയുക. നമുക്ക് ഒരു കുഞ്ഞ് 1 മിനിറ്റ് കരയുന്ന കാണാനുള്ള ശേഷിയില്ല. ആ 12 ദിവസം പ്രായമായ കുഞ്ഞ് നിരന്തരമായി കരഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ ഒന്നിച്ച് പ്രേയിങ് കേരളയിൽ പ്രാർത്ഥിച്ചു. നമ്മൾ മാത്രമല്ല, പ്രേയിങ് കേരളയിൽ വീട്ടിലിരിക്കുന്നു തമ്മിൽ പറഞ്ഞാട്ട് നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പ്രാർത്ഥിച്ചത്. കർത്താവ് പ്രവർത്തിച്ചു. നമുക്കിപ്പോൾ ഒരു വിഷയം കൂടെ ഉണ്ട്. അത് അതിന് തൊട്ട് മുമ്പ് നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, അതുകൂടെ എടുക്കട്ടെ. ഹലോ 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 പറഞ്ഞാട്ടെ. ഹലോ, ഓക്കെ, അത് വായിച്ചോളൂ. ഇത് എറണാകുളത്ത് നിന്ന് ലൈസമ്മ എന്ന് പറയുന്ന ആന്റി അറിയിച്ചിരിക്കുകയാണ്. മകൾ ലിസി ബ്ലാഡർ സ്റ്റോൺ ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവർ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് അവർ പൊക്കോണ്ടിരിക്കുക. നോക്കിയ ദൈവം പ്രേയിങ് കേരളയിൽ തന്നിരിക്കുന്ന ഒരു അനുഗ്രഹം. അപ്പോഴുള്ള വിഷയങ്ങൾക്ക് അന്നേരം തന്നെ പ്രാർത്ഥിക്കാൻ പറ്റുന്നു. കർത്താവ് എത്ര നല്ലവന്. നമുക്കൊന്നിച്ച് ഇന്നലെ ഞാൻ മുമ്പേ പറഞ്ഞില്ല, കൊളാപ്സായ ആ ഫ്രണ്ടിന്റെ മരുമകന്റെ കാര്യം പറഞ്ഞ ആൻറ്റി എന്നോട് സംസാരിച്ചത്, പ്രേയിങ് കേരളം എത്ര വലിയ അനുഗ്രഹം, പറഞ്ഞാൽ തീരത്തില്ല. ശരിയാത്, നമുക്കും അത് എത്രയോ അനുഗ്രഹം. നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ നമുക്ക് ഓടി വന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനൊരു സ്ഥലം ചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന ഓരോരുത്തരും ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആ ടെലിഫോൺ ഒന്ന് എടുക്കട്ടെ. ഹലോ, ഹലോ, കേക്കാം, പറഞ്ഞോളൂ. എനിക്ക് സിഗ്നല് ക്ലിയർ അല്ല. അത് സഹോദരങ്ങൾ അത് എടുത്തതിന് ശേഷം തിരിച്ച് അതേ വിഷയം തന്നെ ഇവിടെ വരും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അനേകർ ഇന്ന് ആശുപത്രിയിൽ സുഖമില്ലാതെ ഭാരപ്പെടുന്നു. പ്രമോദെ, കോൾ എടുത്തെങ്കിൽ ഓടി വന്നെന്ന് പറഞ്ഞാട്ട് എന്താ സംഭവിച്ചേ? പാസ്റ്റർ, ഒരു തളർന്നു കിടക്കുന്ന ഒരു കുട്ടിയാണ് ഇപ്പൊ വിളിച്ചത്. തളർന്നു കിടക്കുന്ന കുട്ടിയെ വിളിച്ചത്? അതെ, അതിന്റെ പ്രാർത്ഥനാ ഇത്രയുമാണ്, എന്നെ ദൈവം യേശു സൗഖ്യമാക്കണം. അപ്പോൾ തന്നെ എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിച്ചു വരാൻ വേണ്ടി പ്രേയിങ് കേരള പ്രാർത്ഥന. എവിടെയുള്ളതാ കുഞ്ഞ്? തിടനാട് എന്നാണ്. തിടനാട് കോട്ടയം പാല തിടനാടിൽ നിന്ന് അവർ ഇപ്പോൾ ഈ ഫോണിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. അതെ, ആ കുഞ്ഞിന് സംസാരിക്കാൻ വലിയ പ്രയാസമുണ്ട്. അത് ലൈനിന്റെ കുഴപ്പമല്ല, ആ കുട്ടി തന്നെയാണ് സംസാരിച്ചത്. അതിന്റെ പേരെന്തായിരുന്നു അറിയാമോ? സംസാരിച്ചില്ല, ലൈവിലേക്ക് കണക്ട് ചെയ്തു. അതിന്റെ വിവരങ്ങളൊന്ന് എടുക്കണം, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോൾ തന്നെ വിളിച്ചു പറയുക. ഉടൻ തന്നെ അത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. നാളെ അല്ലെ അടുത്ത മാസത്തേക്കും അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാമിന് വേണ്ടി കാത്തിരിക്കേണ്ട.
നാളെ കഴിഞ്ഞ് ഉപവാസ പ്രാർത്ഥനയാ, അതുവരെയും കാത്തിരിക്കണ്ട. ഇപ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് പകൽ പ്രവർത്തിക്കാനുള്ളപ്പോൾ എന്തിന് നമ്മൾ നാളെ വരെ കാത്തിരിക്കണം? കമോൺ, ഇപ്പോൾ തന്നെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുക. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമുക്കൊന്നിച്ച് കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളോടൊപ്പം ചേർന്ന് എല്ലാവരും വിശ്വാസത്തിന്റെ അടയാളമായി ആ ജന്മനാ നടക്കാതിരിക്കുന്ന, സംസാരിക്കാനും പ്രയാസമുള്ള മകന് വേണ്ടി, അതുപോലെ വിഷമിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഐസിയുലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ അത്ഭുതകരം, യേശുവിന്റെ അത്ഭുതകരം, യേശുവിന്റെ അത്ഭുതകരം. ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന വചനപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ രാജൻ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. രണ്ട് കരങ്ങളും ഉയർത്തി. பரிசுத்தமுள்ள பரலோக பிதாவே, கர்த்தர் கொடுத்த இந்த அற்புதமான நேரத்துக்காய் நன்றி செலுத்துகிறோம். வியாதியோடு கூட தளர்ந்து போய் கிடக்கிற இந்த மகளுக்காய் நாங்கள் ஜெபிக்கிறோம் ஆண்டவரே. விசுவாசிக்க கூடுமானால் எல்லாம் நடக்கும் என்று வேத வார்த்தையின்படி இந்த காலையில ஆண்டவரே டிவி முன்பதாக இருந்து பாரத்தோடு, பிரயாசத்தோடு, வியாதியோடு கூட, வியாகுலத்தோடு கூட இருக்கிற உம்முடைய பிள்ளைகளை இப்பொழுது உம்முடைய தழும்புகளால் சுகமாக்குவீராக. வியாதிஸ்தர்களை சுகமாக்குவீராக. இயேசுவின் நாமத்தில் சுகம் வருவதாக. எல்லா வியாதிஸ்தர்கள் மேல இப்பொழுது சுகம் வருவதாக. அதை நாங்கள் அப்படியே கட்டளை கொடுக்கிறோம். இயேசுவின் நாமத்தில் அற்புதம் நடக்கட்டும். യേശുവിൻ മൂലം പിതാവേ, ആമേൻ. ഹല്ലേലൂയ. പാസ്റ്റർസിനു വായിക്കാനുണ്ടോ? ഇല്ല, നാം വായിച്ചത് ജോലി ലഭിക്കേണ്ട വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാനുണ്ട്. നമ്മളിപ്പോ ജോലിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അത് മാത്രമല്ല ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. അത് സ്വപ്നമായിട്ടുള്ളവർ പോലും കർത്താവിന്റെ കരം അനുഭവിക്കാൻ പോകുക. എന്റെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ എന്നെ ഓർമ്മപ്പെടുത്തിയ വാക്യം യെശയ്യാപ്രവചനം 35-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, എ ഹൈവേ ഷാൽ ബി ദേർ ആൻഡ് എ റോഡ്. ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന ഒരു പെരുവഴി, ഒരു വിശാലമായ വഴി അവിടെ ഉണ്ടാകും. ബിസിനസ്സിലാകട്ടെ, ജീവിതത്തിലാകട്ടെ, ഇനിയും വഴി അടഞ്ഞ ഒരു ജീവിതമല്ല, വിശാലമായ പാതയിലൂടെ യേശുവിനാൽ ഉയർത്തപ്പെടുന്ന ഒരു വലിയ അനുഭവം. യെസ് പ്രിയമുള്ളവരെ, വഴിമുട്ടി നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ, അത് കുടുംബമാകട്ടെ, തലമുറയാകട്ടെ, ജീവിതത്തിന്റെ ഏത് മേഖലയാകട്ടെ, a highway shall be there. എന്നോട് ചേർന്ന് ഉറക്കെ വിളിച്ചു പറ. Come on, join me and confess it with your mouth that there will be a highway. A highway shall be there for me, opened by the Lord Jesus. യേശു എനിക്ക് വേണ്ടി ഒരുക്കിയ ഒരു വിശാല വഴി. രണ്ട് കരങ്ങളും ഉയർത്തി അല്പനിമിഷങ്ങൾ അത് ഏറ്റുപറഞ്ഞാട്ട്, യേശു ഒരുക്കിയ ഒരു വിശാല വഴി എനിക്ക് വേണ്ടിയുണ്ട്. യേശു ഒരുക്കിയ ഒരു വിശാല വഴി. A highway shall be there and it shall be called the highway of holiness. വിശുദ്ധിയുടെ പെരുവഴി എന്ന് വിളിക്കുന്ന. Come on, രണ്ട് കരങ്ങളും ഉയർത്തി. A highway shall be there, opened by the Lord. ദൈവത്താൽ തുറക്കപ്പെടുന്ന ഒരു പെരുവഴി എനിക്കുണ്ടാകും. ദൈവത്താൽ തുറക്കപ്പെടുന്ന ഒരു പെരുവഴി എനിക്കുണ്ടാകും. യെസ്, ഈ പ്രയാസത്തിൽ നശിക്കാനുള്ള ജീവിതമല്ല, ഈ പ്രയാസത്തിൽ ആത്മഹത്യ അവസാനിക്കേണ്ട ജീവിതം അല്ല നീ. God has a highway for you. ദൈവത്തിന് നിനക്ക് വേണ്ടി ഒരു വിശാലമായ വഴിയുണ്ട്. ദൈവത്തിന്റെ ചില ജീവിതങ്ങളോട് സംസാരിക്കുന്നു. കരങ്ങളെ ഉയർത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പറ. എങ്കിൽ ഇന്ന് പകൽ ആ ഉയർന്ന വഴി, ആ വിശാലമായ വഴി അവിടുന്ന് എനിക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോയി. ആ ബിസിനസ്സുകൾ, ആ ഹൃദയത്തിലെ സ്വപ്നങ്ങൾ, അത് താങ്കൾ ഒരു പേപ്പറിൽ ആരും കാണണ്ട, അത് എഴുതിയെങ്കിൽ അതൊന്നുകിൽ കരങ്ങളിലെടുത്ത് മടക്കി വെച്ചിട്ട് ഒരു കരം ആ സ്ക്രീനിലേക്ക് വന്ന് സ്പർശിച്ചുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്, എ ഹൈവേ ഷാൽ ബി ദേർ, എ ഹൈവേ ഷാൽ ബി ദേർ. ഒരു പെരുവഴി അവിടെ ഉണ്ടാകും. നിനക്ക് വേണ്ടി ഒരു വിശാല വഴി അവിടെ ഉണ്ടാകും. യേശു തുറക്കുന്ന ഒരു വിശാല വഴി, യേശു തുറക്കുന്ന ഒരു വിശാല വഴി. Come on, you are born to walk on a highway opened by the Lord. ദൈവത്താൽ തുറക്കപ്പെടുന്ന വിശാല വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ സൃഷ്ടിക്കപ്പെട്ട ജീവിതമാ താങ്കൾ. Come on, മറ്റുള്ളതിനെ എല്ലാം നിഷേധിച്ച് കളഞ്ഞാട്ട്, തള്ളിക്കളഞ്ഞാട്ട്. Yes, a highway shall be there. I declare divine highways over the lives of people in Jesus' name. ദൈവത്തിൻ്റെതായ വിശാല വാതിലുകൾ ഓരോ ജീവിതങ്ങളുടെ മേലും ഇപ്പോൾ തുറന്നു വരട്ടെ എന്ന് ഞങ്ങൾ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു.
അവരുടെ സ്വപ്നങ്ങൾ നിറവേറട്ടെ യേശുവിന്റെ നാമത്തിൽ. ബിസിനസ്സുകൾ കുഴഞ്ഞ അനുഭവങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. പുതുവഴികൾ തുറക്കപ്പെടട്ടെ. വിശാലമായ നന്മകളാൽ നിറയപ്പെടട്ടെ. ഓ ഹല്ലേലൂയ. കർത്താവേ, വരുമാന മാർഗത്തിൽ കൃഷിയാകട്ടെ, ചെറിയ ബിസിനസ് ആകട്ടെ, വലിയതാകട്ടെ, ഇടത്തരമാകട്ടെ, എവിടെയെങ്കിലും മുടങ്ങിക്കിടക്കുന്നവർ, ലോണിലും ജപ്തിയിലുമായിരിക്കുന്നവർ, കടം കയറി നശിച്ചവർ, ആത്മഹത്യയിലൂടെ യാത്ര ചെയ്യുന്നവർ, കർത്താവേ, അവർ ശരീരം മരിച്ചിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ, അവരുള്ളിൽ മരിച്ചവരായിട്ട് ഇപ്പോൾ നടക്കുമ്പോൾ ആ വിലപിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ആരും അവരെ മനസ്സിലാക്കാനില്ലാതെ ഇരുട്ട് അറയിലൂടെ യാത്ര ചെയ്യുന്ന ജീവിതങ്ങൾ, ആ കുടുംബ പ്രശ്നങ്ങൾ നിമിത്തം തകർച്ചയുടെ ആഴങ്ങളിലൂടെ പോകുന്നവർ, മക്കളെ ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കൾ, മാതാപിതാക്കളെ ഓർത്ത് വിലപിക്കുന്ന മക്കൾ, ഞങ്ങൾ അവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുത വഴികൾ അവർക്കായി തുറക്കപ്പെടട്ടെ. കർത്താവെ, ധനമുളവാക്കുവാനുള്ള ശേഷി യേശുവിന്റെ നാമത്തിൽ ഇവരിൽ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. As it is written in the word of the living God, Deuteronomy chapter 8 verse 18, let the divine power be upon them to create wealth, Lord. Blessed be your holy name. ആവർത്തനം 8:18 പ്രകാരം കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ധനം ഉളവാക്കുവാനുള്ള ശേഷി ഇവരിൽ ഓരോരുത്തരിലും ഉളവാകട്ടെ. ദാരിദ്ര്യത്തിന്റെ, നഷ്ടത്തിന്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അവരിൽ നിന്ന് മാറ്റിക്കളയുന്നു. അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. We worship you, precious Jesus, my Savior, Holy Spirit. We wait on you, Holy Spirit. We wait on you, Holy Spirit. തലയിൽ ചെറുതായിട്ടൊന്ന് തൊട്ടാൽ പോലും ഭയങ്കര വേദന, ശൈലിക്ക് നടുവേദനയുമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ തലയിലെ പ്രയാസങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറട്ടെ, നടുവേദന പൂർണ്ണമായിട്ട് സൗഖ്യമാകട്ടെ. എന്റെ കർത്താവ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബീന കൊട്ടാരക്കര എന്ന് വിളിച്ചിരിക്കുന്നു. മക്കൾ രണ്ടുപേരും എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. പ്രാർത്ഥിക്കണം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ അനുഗ്രഹിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസത്തിന് മേൽ, അവരുടെ പഠനത്തിന്മേൽ കർത്താവിന്റെ കാര്യം കൂടിയിരിക്കണേ. ഉന്നത മാർക്കോടെ പാസ്സാവുവാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഓമന തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഭർത്താവിന്റെ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു, ഭവനത്തിലാണ്, രാത്രി ചുമയുണ്ട്. പ്രാർത്ഥിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ പിതാവിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ, പൂർണ്ണ ആരോഗ്യവാനായിട്ട് കർത്താവ് എത്രയും പെട്ടെന്ന് പൂർണ്ണമായി ഉയർത്തട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ചുമ പൂർണ്ണമായിട്ട് മാറട്ടെ. എന്റെ കർത്താവ് പൂർണ്ണമായി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബിൻസി വിളിച്ചിരിക്കുന്നു. അപ്പോളോ ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂവിന് പോയിരിക്കുന്നു, ജോലി ലഭിക്കുവാൻ വേണ്ടി. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ഇന്റർവ്യൂ എല്ലാം പാസ്സായി ജോലി ലഭിക്കേണ്ടതിന് കർത്താവിന്റെ കരം കൂടിയിരിക്കണേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. Let the fire fall, let the wind blow, let the glory come down. Let the fire fall, let the wind blow, let the glory come down. Let the fire fall, let the wind blow. അനേകർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രൈം കേരളയിൽ വിളിക്കുന്നു. 24 മണിക്കൂർ താങ്കൾക്ക് പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാം. വിശേഷ മറക്കരുത്. 7, 8, 9 തീയതികളിൽ രാവിലെ 10 മുതൽ 12 വരെ തത്സമയം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ഒന്നു ചേർന്ന് പങ്കെടുക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ആയിരങ്ങളെ വിടുവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. മറ്റുള്ളവരെ കൂടെ ഒന്നിച്ച് പങ്കെടുപ്പിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുവാൻ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു ടെലിഫോണോട് എടുക്കട്ടെ. ഹലോ ഹലോ. എന്റെ വീട്ടില് ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുടുംബത്തിൽ തന്നെ, ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ എല്ലാം കൂടി 7-8 ദുർമരണം വരെ നടന്നിട്ടുണ്ട്. 8 ദുർമരണങ്ങൾ വീട്ടിൽ നടന്നു. എല്ലാം കൂടി ഞങ്ങളുടെ കുടുംബത്തിൽ മൊത്തം 8 ദുർമരണം. ഞങ്ങളുടെ വീട്ടിൽ തന്നെ 4 എണ്ണമായി.
പിന്നെ എന്റെ അച്ഛന്റെ സഹോദരി വിഷമടിച്ചു, അതിന്റെ മോൻ വിഷമടിച്ചു, എന്റെ കൊച്ചിന്റെ മോൻ വിഷമടിച്ചു. അത് രക്ഷപ്പെട്ടു വന്നു. ഞാൻ കയറി തൂങ്ങി. എന്റെ ഭർത്താവ് വിഷമടിച്ച്. ഇങ്ങനെ ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ചെല്ലം പോലെ എനിക്ക് 2 മക്കൾ ഇപ്പൊ ഉണ്ട്. ഒന്ന് മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന 2 കുട്ടികൾ. ആ കൊച്ചിന്റെ കഴുത്തിന് 2 കടല വന്നത് മെനിഞ്ഞാന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അതൊരു വേദന. ഇപ്പോഴാ എന്റെ മോയ് മദ്യപിക്കാതിരുന്ന മോയ് ഇപ്പതാ 2 ദിവസം കൊണ്ട് മദ്യപിച്ച് ഇന്നലെ വന്ന് ഇടവഴിയില് 3 അടി പോലും ഇല്ലാത്ത ഒരു വഴിയിൽ അപ്പുറവും ഇപ്പുറവും മതിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടിയും ബൈക്ക് ഇറങ്ങി വന്നപ്പോ ഒരു വലിയ കല്ല് പിടിച്ച് അതിൽ ഇടയ്ക്ക് വെച്ചിരുന്നു. രാത്രി ഒരാൾ വഴിയിൽ വന്നപ്പോൾ നമ്മളുടെ ഒന്ന് വിവരം അറിയിച്ചത്. അപ്പോഴും അതിന് മുമ്പ് ഇനി പോകുന്നത് കൊണ്ട് തലയടിച്ചില്ല. ആരെ നശിപ്പിക്കാനാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇങ്ങനെ വിഷയങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ എനിക്ക് ഫോണിൽ കൂടി പറഞ്ഞാലും തീരാത്ത വിഷയങ്ങളാണ് ഞങ്ങളെ കുടുംബത്തിനുള്ളത്. എന്റെ മോൻ തന്നെ വന്ന് എന്റെ തലയടിച്ചെങ്കിൽ എന്റെ പിള്ളേര് ജീവൻ പോകുമെന്ന് പ്രാർത്ഥന. അവന് 2 പെൺകുട്ടികളാണ് ഉള്ളത്. 5 വയസ്സും 3 വയസ്സുമുള്ള പെൺകുട്ടികളാണ് അവനുള്ളത്. അലുമിനിയം അഭിഷേകം പണിക്ക് പോകുന്നു. അങ്ങനെ 2 ലക്ഷം രൂപ കടമുണ്ടോ? അത് ഞാൻ ഇതിനു മുമ്പ് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. അവിടത്തേക്ക് ഒരു വീടില്ല, വാടക വീട്ടിലാണ് കിടക്കുന്നത്. ഇങ്ങനെ ഒരുപാട് തീരാൻ പറയാത്ത വിഷയങ്ങളാണ്. പക്ഷേ ഞാൻ 2 മാസം കൊണ്ടൊരു പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു പള്ളിയിൽ. അംബിക എന്നല്ലേ പേര് പറഞ്ഞത്? എന്റെ പേര് അംബിക പറഞ്ഞത് ഞാൻ കേട്ടത് ശരിയാണ്. അംബികയും തൂങ്ങിയെന്നാ പറഞ്ഞത്. എന്നിട്ട് പക്ഷെ രക്ഷപ്പെട്ടു. എന്ത് സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചത്? എന്ത് സാഹചര്യത്തിൽ? ഭർത്താവിന്റെ മദ്യപാനം, പല സ്ത്രീകളുടെ ബന്ധങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാട് മാറ്റം കിട്ടി. അതിൽ നിന്ന് ഒഴിവായി എനിക്ക്. ഇപ്പൊ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ട് വന്നുകൊണ്ട് എനിക്ക് അതും കണ്ടത് വരാൻ പറ്റുന്നില്ല. ഏത് സ്ഥലത്തുനിന്നാ വിളിക്കുന്നേ? ഞാൻ കാട്ടാക്കട അമ്പലത്തിൻകാലായിൽ നിന്ന് വിളിക്കുന്നത്. ഒരു ഭവനത്തില് 8 ദുർമരണങ്ങൾ. കയറിലോ സാരിയിലോ ഒക്കെ തൂങ്ങിയ ഒരാൾ തന്നെയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഇത് നമുക്ക് വേറെ എങ്ങും പോയി പറയാൻ പറ്റത്തില്ല. പ്രേയിങ് കേരളയിൽ മാത്രമേ ഇങ്ങനെയുള്ള വ്യഥകൾ തുറന്നു പറയാൻ പറ്റുകയുള്ളൂ. ഒരാൾക്ക് പ്രൈസ് ലഭിക്കുമ്പോൾ ക്യാമറകൾ, മീഡിയ മുഴുവൻ അവരെ പൊതിയും. ദുഃഖത്തിന്റെ ആഴങ്ങളിലൂടെ പോകുമ്പോൾ ആരും കാണില്ല. പക്ഷെ കൂടെ നിൽക്കുന്നവനെ കാണിച്ചു തരട്ടെ യേശു. അംബികയോട് പറയട്ടെ, ഭവനത്തിൽ നിന്ന് ആ ദുർമരണത്തിന്റെ ശക്തികൾ, ആത്മഹത്യയുടെ ആ ശക്തികൾ ഇപ്പോൾ മാറാൻ പോകുക. എന്നോട് ചേർന്ന് 2 കരങ്ങളും ഉയർത്തി. ദൈവത്തിന്റെ തിരുവെഴുത്ത് നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. Whatever things that you loose on earth shall remain loosed in heaven. Whatsoever things that you bind on earth shall remain bound in heaven. Lord God Almighty, യേശുവിന്റെ നാമത്തിൽ, ദൈവവചനത്തിന്റെ അധികാരത്തിൽ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിൽ കർത്താവേ, ഈ അംബിക എന്ന ഈ സഹോദരി, ഞങ്ങളവരെ കണ്ടിട്ടില്ല, അവിടുന്ന് അവരെ കണ്ടു. ഈ കുടുംബത്തെ ഞങ്ങൾ കണ്ടില്ല, അവിടുന്ന് കണ്ടു. അത് മതി. അങ്ങ് കണ്ടാൽ മതി. 100% മാറ്റങ്ങൾ അവിടെ വരും യേശുവിന്റെ നാമത്തിൽ. ഈ കുടുംബങ്ങളിൽ ദീർഘകാലങ്ങളായി വാഴുന്ന ആത്മഹത്യയുടെ ആത്മാവിന് യേശുവിന്റെ നാമത്തിൽ ആ വീട്ടിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് മടങ്ങി മാറുവാൻ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്നു. വന്ന വഴിക്ക് മടങ്ങ് യേശുവിന്റെ നാമത്തിൽ. വന്ന വഴിക്ക് മടങ്ങ്. യേശുവിന്റെ ജീവൻ ഈ കുടുംബത്തിൽ നിലനിൽക്കട്ടെ. അനുഗ്രഹീതരായി തീരട്ടെ. സ്വാതന്ത്ര്യം ഈ ജീവിതങ്ങൾ അനുഭവിക്കട്ടെ. അവിടുന്ന് അത് ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇതുപോലെ വിഷമിക്കുന്ന ജീവിതങ്ങൾ കർത്താവേ, ഈ രാത്രിയിൽ, ഈ കഴിഞ്ഞ രാത്രിയിലും ആത്മഹത്യക്ക് വേണ്ടി ശ്രമം നടത്തിയവർ, ചിന്തിച്ചവര്, അത് ഉള്ളിൽ കരുതിക്കൊണ്ട് നടക്കുന്നവര്, അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തവർക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഏതു സാഹചര്യമാണെങ്കിലും ആത്മഹത്യയുടെ ദുഷ്ടശക്തികൾ അവരിൽ നിന്ന് വിട്ട് വന്ന വഴിക്ക് മടങ്ങുവാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. അവർ സ്വതന്ത്രരാകട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയമുള്ളവരെ, ഏതെല്ലാം സാഹചര്യമാണെങ്കിലും ആത്മഹത്യ അല്ല പരിഹാരം. യേശുവാണ് പരിഹാരം. ആ യേശുവിൽ വിശ്വസിക്കുക. 2 കരങ്ങളും ഉയർത്തി എന്നോടൊപ്പം. പരിശുദ്ധം എന്നെന്നുമേ
പള്ളി എടുത്തുവാൻ വിളിച്ചിരിക്കുന്നു. മകൾ ജിഷയുടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ പ്രോബ്ലം ഒന്നും ഉണ്ടാകാതെ നടക്കണം. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യവും നന്നായി ചെയ്യുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയോട് വെളിപ്പെടട്ടെ. എൻ്റെ മകൾക്ക് തക്ക സമയത്ത് പാസ്പോർട്ട് കരങ്ങളിൽ ലഭിക്കാനിടയാക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. സുജ വിളിച്ചിരിക്കുന്ന മകളുടെ പനി മാറണം, വിവാഹം നടക്കണം, സ്ഥലം വിൽക്കണം, ഭർത്താവിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കണം. ഭർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പിതാവിന് മോളുടെ മേലുള്ള രോഗത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യം ഞങ്ങൾ കൽപ്പിക്കുന്നു. അവർക്ക് നല്ലൊരു വിവാഹം നടക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ വഴികൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരാഗ്രഹിക്കുന്ന പോലെ കർത്താവെ നല്ല വിലയ്ക്ക് സ്ഥലം വിൽക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ അത്ഭുതകരം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കുഞ്ഞുഞ്ഞു മല്ലപ്പള്ളിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. പനി, ശ്വാസം മുട്ടൽ, ചുമ. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ നിന്റെ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പനി നിമിത്തമുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും ശരീരാത്മദേഹി വിട്ട് പുറത്തു പോകട്ടെ. പൂർണ്ണ സൗഖ്യവും ആരോഗ്യമുള്ളവനായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകേണ്ട ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പിതാവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. കോതമംഗലത്തിന് മറിയാമ്മ വിളിച്ചിരിക്കുന്ന പല്ലിന്റെ കംപ്ലൈന്റ്, അതുപോലെ ഒരു കുഴപ്പം കാണരുത്. സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ മാളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പല്ലിന് ഒരു കുഴപ്പം കൊടുക്കാതെ പൂർണ്ണമായ ആരോഗ്യം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ബയോപ്സി ടെസ്റ്റ് കർത്താവെ ഒരു കുഴപ്പം കൂടാതെ പൂർണ്ണ ആരോഗ്യം ബലവും നമ്മൾ കൊടുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ യേശു അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ചന്ദ്രിക പറവെന്ന് വിളിച്ചിരിക്കുന്നു. കൊച്ചുമക്കൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വോമിറ്റിംഗ്. കൊച്ചുമകൻ ആരോമൽ 6 വയസ്സ്, രാത്രി കിടക്കയിൽ യൂറിൻ പോകുന്നു. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കുന്ന എല്ലാ അസ്വസ്ഥതയും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. പൂർണ്ണ സൗഖ്യത്തെ ഞങ്ങൾ വിളിച്ചു വരുത്തുന്നു. കർത്താവെ, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. തിരുവനന്തപുരം മോഹൻ വിളിച്ചിരിക്കുന്നു. ഭാര്യയുടെ വയറ്റിലെ മുഴ മാറണം, മരുകൾ ഇന്റർവ്യൂ പാസ്സായി ജോലി ലഭിക്കണം, പെങ്ങളുടെ ശ്വാസം മുട്ടൽ മാറണം. സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മകളുടെ വയറ്റിലെ മുഴ യേശുവിന്റെ നാമത്തിൽ അത് അപ്രത്യക്ഷമാകട്ടെ കർത്താവെ. അതുപോലെ ശ്വാസം മുട്ടൽ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവെ. ജോലി ലഭിക്കേണ്ട ജോലി ലഭിക്കുവാന്, അതുപോലെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോയി ദൈവപ്രവർത്തിയോടെ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ നാളെ മുതൽ 7, 8, 9 ദിവസങ്ങളിൽ രാവിലെ 10:30 മുതൽ 12 വരെയുള്ള സമയത്ത് നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ട്. അതോടൊപ്പം നമ്മുടെ രാവിലെ നടക്കുന്ന ആരാധനയുണ്ട്. സിനു, ആ ഫാസ്റ്റിംഗ് പ്രയർ താങ്കൾക്ക് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 7 മണി കഴിഞ്ഞുള്ള സമയത്ത് താങ്കൾ വിളിക്കണം. സിനു, എന്ത് വേദനയുള്ള ഒരു വാർത്തയാണ് നമ്മളിന്ന് കേട്ടതല്ലേ. ഒരു കുടുംബത്തിലെ 8 ദുർമരണങ്ങൾ, വിളിച്ചയാൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അതുപോലെ എത്രയോ വിഷയങ്ങൾ. അവർക്കൊരാശ്വാസമാകുന്നത് ഈ രാവിലത്തെ 1 മണിക്കൂറത്തെ ആരാധന. തീർച്ചയായിട്ടും അത് മുടങ്ങാതിരിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് തുടങ്ങി ശുശ്രൂഷയ്ക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കുകയും താങ്കളുടെ സഹകരണവും താങ്കളുടെ കൂട്ടായ ഞങ്ങളുടെ കൂടെ ആ കൂട്ടായ്മയിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രത്തോളം ഭംഗിയായിട്ട് പോകുന്നത്. 70,000-ലധികം വിഷയങ്ങൾ, 1,00,000-ലധികം കോളുകൾ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിലെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ സാം ബ്രദർ എപ്പോഴും പറയുന്ന പോലെ ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന ഓരോ വിഷയത്തിന്റെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരം ചലിക്കേണ്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി. തീർച്ചയായിട്ടും പ്രമോദ് ബ്രദറെ, നമുക്കറിയാം ഇത്രയും വിഷയങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനകത്ത് നല്ലൊരു ശതമാനം മറുപടി ലഭിച്ചു. ഇനി ലഭിക്കേണ്ട വിഷയങ്ങളുണ്ട്. നമുക്കറിയാം ഇന്ന് വരെയും നമ്മൾ 500-ാം ദിവസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. 500-ാം ദിവസത്തിലേക്ക് ഇതും ഓരോരുത്തരും ഈ ശുശ്രൂഷയുടെ ഒപ്പം നമ്മളോട് കൂടെ നിന്ന്. സിനു, 500-ാമത്തെ ദിവസം പോവാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. 500-ാമത്തെ ദിവസം താങ്കൾ തീർച്ചയായിട്ടും ആ 500-ാമത്തെ ദിവസം, കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ഒരു പ്രാർത്ഥനയ്ക്ക് വന്ന ഒരു സഹോദരൻ, എനിക്ക് ആദ്യം അദ്ദേഹത്തെ മനസ്സിലായില്ല. അദ്ദേഹം എന്നോട് പിന്നെ എടുത്തു പറഞ്ഞു, ഞാനാണ് 101-ാമത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അബു എന്ന്. തീർച്ചയായിട്ടും അദ്ദേഹം അത് പറയുമ്പോൾ ഇന്ന് അദ്ദേഹം കർത്താവിന്റെ വേലയിലായിരിക്കും. താങ്ക് യു. ഞാനും അദ്ദേഹത്തെ പരിചയപ്പെടുന്ന വളരെയധികം സന്തോഷത്തോടെ കർത്താവിന്റെ വേല വർദ്ധിച്ചു വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും ഇത് സ്പോൺസർ ചെയ്യാണ്ട് ജീവിതങ്ങൾ നമുക്ക് മുൻപോട്ട് ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ കൃപ ഓരോരുത്തരും കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ വന്നൊരു സിനു, അതിനു മുമ്പായിട്ട് നമ്മുടെ ടീം 300 നമ്മൾ പണിയാൻ പോകുന്ന സ്റ്റുഡിയോ അടുത്ത ദിവസങ്ങളിൽ നമുക്കൊരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തതിന്റെ അതിന്റെ രജിസ്ട്രേഷൻ നടക്കണം. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 24 മണിക്കൂറും 4 ഭാഷകളിൽ ഉള്ള ശുശ്രൂഷ. തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ അസാധാരണമായ പ്രവൃത്തി ആ വിഷയത്തിന്മേൽ വെളിപ്പെടണം. പറഞ്ഞാട്ട് ഒന്ന് പറഞ്ഞു.
ട്രിവാൻഡ്രത്ത് നിന്ന് റേച്ചൽ വിളിച്ച് മറുപടി പറഞ്ഞത്, പ്രിയങ്കയെ വിളിച്ച് പ്രാർത്ഥിച്ചു ഒരു ജോലി ലഭിക്കേണ്ടതിന് വേണ്ടിയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ജോലി ലഭിച്ചു. ആ ജോലിക്ക് വേണ്ടി കയറുന്നു, തുടർന്ന് പ്രാർത്ഥന ചോദിക്കുന്നു. അതുപോലെ സരോജിനി ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് കണ്ണിൽ കരട് പോയി, 2 ദിവസം കൊണ്ട് അതിഭയങ്കരമായ വേദന. എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ പ്രാർത്ഥിച്ച വെള്ളം ഒഴിച്ച് അത് കഴുകി പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു എന്നുള്ള അറിഞ്ഞിരിക്കുന്ന മാൾ ജിഷയ്ക്ക് പൂനെയിൽ പഠിക്കുകയാണ്, BSc നഴ്സിംഗ്. ആ ഫൈനൽ ഇയർ സമയത്ത് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. എക്സാം നന്നായി എഴുതുക, നല്ല മാർക്കോടുകൂടെ പാസ്സാകുവാൻ സഹായിച്ചു. ഇതിപ്പം നന്ദൻകോട് നിന്ന് ശോഭനെ അറിയിച്ചിരിക്കുന്നത് സെപ്റ്റംബർ 1-ാം തീയതി ചേച്ചിയുടെ വിവാഹമാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ ലോൺ ലഭിക്കേണ്ടതിനുവേണ്ടി പ്രാർത്ഥന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, ലോൺ ലഭിച്ചു. അതിന് പ്രത്യേകം നന്ദി അവർ അറിയിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഒന്നിച്ച് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കാളികളാകാം. സാമ്പത്തികമായി ഇന്ന് വരെ ഞങ്ങളോടൊപ്പം നിന്ന് എല്ലാവർക്കും ഞങ്ങൾ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ 500-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നു മുതലുള്ള മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസം സ്പോൺസർ ചെയ്യുവാൻ ഞങ്ങൾ താങ്കളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും 7 മണിക്ക് ശേഷം വിളിക്കണം. പ്രത്യേകിച്ച് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഉപവാസ പ്രാർത്ഥനയാണ്, അതും സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും വിളിക്കണം എന്ന് ഓർമ്മിക്കുന്നു. ഇതുപോലെ ജീവിതങ്ങളെ നമുക്ക് പിടിപ്പിക്കാം. ഒന്നിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് വലിയ പ്രവൃത്തി ഉണ്ടാകുന്നതിനായി കർത്താവെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ പ്രിയങ്കയിൽ കർത്താവെ സാമ്പത്തികമായി കർത്താവെ ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവെ മുൻപോട്ടുള്ള ദിവസങ്ങളിലും ഈ പ്രോഗ്രാമുകൾ, ഈ ആരാധന കർത്താവെ നിന്നു പോകാതെ കടന്നു പോകേണ്ടതിനായി ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. ജീവിതങ്ങളെ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ടീം 300 വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. കർത്താവ് അതിലുള്ള പങ്കാളികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇനിയും കർത്താവെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഇനിയും ഞങ്ങൾക്ക് കർത്താവെ ആൾക്കാരെ ആവശ്യമുണ്ട്. നീ ഓരോരുത്തരും ഹൃദയത്തോടെ ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അത് ഭംഗിയായി അതിന്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചാട്ടെ. ജീവിതങ്ങൾ കൊടുക്കുന്ന വിടുതലിനും സൗഖ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഭാരത്താൽ വലഞ്ഞിടുമ്പോ ദാഹം ശമിപ്പിച്ചവൻ ദാഹജലം തരുമേ. ദാഹിച്ചു വലഞ്ഞു ഭാരത്താൽ വലഞ്ഞിടുമ്പോ ഭാരം സമീപിച്ചവൻ ദാഹജലം തരുമേ. ിളകാതെ എൻ മനം പതരാതെ എന്നോട് കൂടെ എന്നും യേശുവുണ്ട് അന്ത്യം വരെ. മാർബിൽ കരം വെച്ച് ചേർന്ന് എന്നോട് കൂടെ എന്നും യേശുവുണ്ട് അന്ത്യം വരെ. എല്ലാവരും മാർബിൽ കരം വെച്ച് ചേർന്ന് എന്നോട് കൂടെ എന്നും യേശുവുണ്ട് അന്ത്യം വരെ. എന്നോട് കൂടെ എന്നോട് കൂടെ എന്നും യേശുവുണ്ട് അന്ത്യം വരെ. ആ ഉറപ്പോടെ ചേർന്ന് എന്നോട് കൂടെ എന്നും യേശുവുണ്ട് അന്ത്യം വരെ. ഒരു ടെലിഫോണോട് എടുക്കട്ടെ. ഹലോ 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 പറഞ്ഞാട്ടെ. പരിസരത്ത് റെയിൽവേയുടെ സൈഡിലെല്ലാം ഈ മാലിന്യം വന്ന് നിറഞ്ഞേക്കുന്ന കാരണം ഒച്ച് നിറയ എലിയും തുരപ്പനും കൂടി ഞാൻ ബുദ്ധിമുട്ടി ഞങ്ങൾക്ക് ഈ ഒച്ചിന്റെ ശല്യം കൊണ്ട് പുറത്തിറങ്ങാൻ പാടില്ല. 3 തരം ഒച്ചാ ഉള്ളത്. ഒരു 1.5-2 ഇഞ്ച് നീളമുള്ളതും, പിന്നെ ഒരു ചങ്ക് സൈസ്, പിന്നെ ഏതാണ്ട് ഒരു 1/4 കിലോ വലുപ്പമുള്ള സൈസ് വെച്ചാണ് പ്രത്യേകം.
ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങുന്നില്ല. 3 പ്രാവശ്യം ഞങ്ങൾ അടിച്ച് നനച്ച് ഉപ്പ് വെള്ളം ഒഴിക്കും, പിന്നെ പിനോയിൽ ഒഴിക്കും. വളരെ പ്രയാസമാണ്. പ്രത്യേകമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പരിസരത്തുള്ള എല്ലാ ഭവനത്തിലും ഉണ്ട് ശല്യം. ആരാ വിളിക്കുന്നേ? പ്രത്യേകം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നേ. എന്റെ പേര് ആന്റണി പച്ചാളം. തീർച്ചയായിട്ടും ആന്റണി ബ്രദറെ, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഒച്ച എലി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദേശത്ത് പ്രത്യേകിച്ച് ഇപ്പം മഴയും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ ദേശത്ത് മുഴുവൻ ഈ ഒരു ശല്യത്താൽ വിഷമിക്കുന്നു. അദ്ദേഹം കണ്ടുപിടിച്ചത് 3 തരം ഒച്ച്. ഒന്ന് 2 ഇഞ്ച് നീളമുള്ളത്, ഒന്ന് അതിനേക്കാൾ ചെറുത്, 2 1/4 കിലോയോളം വലിപ്പമുള്ള. ദൈവമേ, അത് എന്നാ ഒച്ച! നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം. അവർ ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ട് അത് മാറുന്നില്ല. പക്ഷേ യേശു കർത്താവിൻ്റെ നാമത്തിൽ അത് മാറും. ബാധ ബൈബിൾ വ്യക്തമാക്കുന്നു, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ഈ പകൽ എന്നോട് ചേർന്ന് യേശുവിൽ വിശ്വസിക്കുന്നവരുടെ കരങ്ങളെ ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ ബാധ അവിടുന്ന് മാറുവാൻ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. അവ മുഴുവൻ ചത്ത് ഒടുങ്ങിപ്പോകട്ടെ. അവിടുന്ന് ആ ദേശത്തു തന്നെ അത് നിഷ്ഫലമായി ഇല്ലാതായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അവിടുന്ന് അത് ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. പ്രൈം കേരളയിൽ ഏത് സമയത്തും താങ്കൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയാൻ ടെലഫോണിലോ അല്ല ഇമെയിൽ വഴിയോ ഒക്കെ താങ്കൾക്ക് പ്രാർത്ഥന വിഷയങ്ങൾ വിളിച്ചു പറയാവുന്നതാ. പലരും എൻ്റെ അയക്കുന്നത് പേഴ്സണൽ അറ്റൻഷൻ എന്ന് പറഞ്ഞ് അയക്കാറുണ്ട്. തീർച്ചയായിട്ടും ആ മെയിൽ താങ്കൾ അയച്ച് ചില സെക്കൻഡുകൾക്കുള്ളിൽ അത് ഞങ്ങളുടെ പക്കൽ എത്തിച്ചേരും. അത് പ്രിന്റായി ഓൾട്ടറിൽ വരും. താങ്ക് യു ഫോർ പ്രേയിങ് കേരള, ഫോർ പ്രേയിങ്. When writing to you, I feel I am writing to Jesus, because Jesus is answering all my prayers. Listen me carefully. Somebody whom we have not seen so far, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആരോ എഴുതി അയച്ചിരിക്കുന്ന ഡോക്ടർ മുന്നു from Libya. Thank you Praying Kerala for your prayers. When writing to you, I feel like I am writing to Jesus. She's writing to Jesus because Jesus is answering all my prayers. Thank you for praying. As a miracle, I got your number today. I called and asked for prayer. After your prayer, I got my flight ticket on 11th August. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ലൈബീരിയയിൽ ഇബോള എന്ന രോഗത്താൽ അനേകർ മരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പല രാജ്യക്കാരും ആ രാജ്യം വിട്ടു പോകുമ്പോൾ ഫ്ലൈറ്റുകൾ പോലും ക്യാൻസലായ സാഹചര്യത്തിൽ ടിക്കറ്റുകൾ ലഭിക്കാതെ വിഷമിക്കുന്നു. ആളുകൾ അപകടസ്ഥിതിയിലൂടെ പോകുന്നു. പ്രൈം കേരളയിൽ നമ്മൾ പ്രാർത്ഥിച്ചു. യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ യുദ്ധങ്ങൾ, പ്രയാസങ്ങൾ നടക്കുന്നു. അതൊക്കെ മാറേണ്ടതിന് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ നിർത്തൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ജീവിതങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വഴി അവിടുന്ന് തുറന്നു കൊടുക്കും കർത്താവേ. ഇന്ന് പ്രിയ പിതാവേ, ബർത്ത്ഡേസ് ഉള്ളവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വെഡിങ് ആനിവേഴ്സറീസ് ഉള്ളവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ മക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ജീവിതങ്ങളെ, കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മയാൽ നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ പിതാവേ. മറിയാമ്മ മാത്യു മല്ലപ്പള്ളിയിൽ നിന്ന് ട്യൂബുലർ പ്രഗ്നൻസി ആണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷെ പ്രൈം കേരളയിൽ പ്രാർത്ഥിച്ചു. അത്ഭുതം യേശു ചെയ്തത് നോർമലായിട്ട് ആ മകൾ ഡെലിവറി നടത്തി അനുഗ്രഹിക്കപ്പെട്ട പൈതലുമായി ആ കുടുംബം സന്തോഷിക്കുന്നു. സുശീല ട്രിവാൻഡ്രത്ത് നിന്ന് അറിയിക്കുന്നു, കടം തീർക്കുവാൻ വസ്തു വിൽക്കണമെന്ന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചു. പ്രൈം കേരളയിൽ നിന്ന് പറഞ്ഞു, വസ്തു വിൽക്കണ്ട, ദൈവം അത്ഭുത വഴി തുറക്കും. പക്ഷേ അവരെഴുതിയിരിക്കുന്നത് വീട് വിൽക്കാതെ കടം തീർക്കുവാൻ യേശു അത്ഭുത വഴി തുറന്നു കൊടുത്തു. മരിച്ചിരുന്നെങ്കിലോ, ആത്മഹത്യ ചെയ്തിരുന്നെങ്കിലോ കേട്ടെ, 12 ദിവസം പ്രായമായ കുഞ്ഞിന്റെ നിർത്താതെയുള്ള കരച്ചിൽ മാറി. പ്രൈം കേരളയിൽ എല്ലാവർക്കും നന്ദി. മക്കൾ 2 പേർക്ക് എക്സാം ആയിരുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രൈം കേരളയിൽ അറിയിച്ചു. നേരത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചപ്പോൾ എക്സാമിന് മകന് 200-ല് ഏറ്റവും പ്രയാസമുള്ള വിഷയത്തിന് 189 മാർക്ക് ലഭിച്ചു. 4 ദിവസമായ പ്രായമായ കുഞ്ഞിന്റെ ഷുഗർ ലെവൽ
നോർമൽ അല്ല എന്ന് പറഞ്ഞ് ഇന്നലെ നമ്മൾ ടെലിഫോണിൽ വന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. യേശു അത്ഭുതം പ്രവർത്തിച്ചു. അതേ നിമിഷം തന്നെ ആ കുഞ്ഞിന്റെ ശരീരത്തിന്റെ സ്ഥിതി നോർമലായി തീർത്തു. പ്രവർത്തിച്ച യേശുവിനെ നന്ദി പറയുമ്പോൾ ഈ പകൽ താങ്കൾക്ക് വേണ്ടിയും യേശു പ്രവർത്തിക്കില്ലേ? മകൾക്ക് കൗണ്ട് കുറവായിരുന്നു. പ്രൈം കേരളയിൽ പ്രാർത്ഥിച്ച കൗണ്ട് യേശു നോർമലാക്കി കൊടുത്തു. ഇത് ലീലയാണ് കാട്ടാക്കടയിൽ നിന്ന് അറിയിക്കുന്നത്. നമുക്ക് ചേർന്ന് ദൈവത്തിന് നന്ദി പറയുമ്പോൾ അച്ചകുഞ്ഞെടക്കര പ്രൈം കേരളയിൽ പ്രാർത്ഥിച്ചു. കുരങ്ങിന്റെ ശല്യം മാറി, കുരങ്ങിന്റെ ശല്യം ഒഴിവായി. കുരങ്ങിന്റെ ശല്യം ഒഴിവാക്കി യേശു ഒച്ചിന്റെ ശല്യം എടുത്തു മാറ്റും. യേശു അത്ഭുത മന്ത്രി. കുട്ടികൾ ഹോസ്പിറ്റലായിരുന്നപ്പോൾ പ്രൈം കേരളയിൽ പ്രാർത്ഥിച്ചു. യേശു അത്ഭുത സൗഖ്യം നൽകി. ലെനിൽ ആറ്റിങ്ങിൽ നിന്ന് നമ്മെ അറിയിക്കുന്നു. യേശുവിന്റെ കരം, അത്ഭുത കരം. ഈ പകൽ രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കോളേജുകളിൽ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സ്കൂൾ കോളേജുകളിലായിരിക്കുന്ന വിദ്യാർത്ഥിനികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ സമാധാനവും സൗഖ്യവും അനുഗ്രഹവും മികവിന്റെ ആത്മാവിനാലോ അവിടുന്ന് ഓരോരുത്തരെയും നിറയ്ക്കും. യേശുവിന്റെ നാമത്തിൽ അവർ ഓരോരുത്തരും മികവോടെ ഉയർന്നു വരട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഭാവിയുള്ളവരായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ 12 വരെ ഹാർവസ്റ്റ് ടെലിവിഷൻ തത്സമയം ഉപവാസ പ്രാർത്ഥന ലഭ്യമാണ്. സാധാരണ രാവിലെ ഉള്ള ശുശ്രൂഷകൾക്ക് ഉപരിയായി ഈ ശുശ്രൂഷയിൽ ലോകരാജ്യങ്ങൾ അനേകർ പങ്കെടുക്കുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിന് നന്ദി പറയുമ്പോൾ അല്പനിമിഷങ്ങൾ പ്രൈം കേരള കുടുംബം ദൈവം നമുക്ക് തന്ന ഈ പ്രൈം കേരള കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് എല്ലാവരും കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ പ്രൈം കേരളയിൽ ലോകരാജ്യങ്ങളിലുള്ള ഓരോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. Bless them and prosper them, everyone who is part of this ministry, Father God. Bless them, Father. താങ്ങി നടത്തിടും പൊൻകാരത്താ യേശുവേ നീ എത്ര നല്ലവൻ, എന്നേശുവേ നീ എത്ര നല്ലവൻ. ഓരോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ക്ലേശങ്ങൾ ജനം പുറത്തു വരട്ടെ, സൗഖ്യമാകട്ടെ, അഭിവൃദ്ധിയാൽ നിറയട്ടെ. യേശുവിന്റെ സമൃദ്ധമായ ജീവൻ എല്ലാവരിലും ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ have a wonderful day. ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ദിവസം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്നേശുവേ നീ എത്ര നല്ലവൻ, എന്നേശുവേ നീ എത്ര നല്ലവൻ, എന്നേശുവേ നീ എത്ര നല്ലവൻ, എന്നേശുവേ നീ എത്ര നല്ലവൻ,